ഹായ് പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള ടോക്സിക് ആൾക്കാരിൽ നിന്ന് എങ്ങനെയാണ് അകലം പാലിക്കുക എന്നുള്ളതാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ അതിനു മുന്നേ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് തന്നെ ഷെയർ ചെയ്യാം. ടോക്സിക് ആൾക്കാരുമായിട്ട് എൻ്റെ ഒരു സഹവാസം എങ്ങനെയായിരുന്നു എന്നുള്ളത്. എനിക്കൊരു 45 വയസ്സ് കഴിഞ്ഞതിന് ശേഷം ഒരു 50നോടൊക്കെ അടുത്ത ഒരു സമയത്ത് എൻ്റെ ഒരു റിലേറ്റീവ് എന്നെ സ്ഥിരം വിളിച്ചിട്ട്, അയ്യോ നിൻ്റെ പ്രായത്തിലുള്ള ഒരാൾ കുഴഞ്ഞു വീണ് മരിച്ചു, പിന്നെ ടെസ്റ്റ് ചെയ്തപ്പോൾ ഷുഗറും പ്രഷറും ഒക്കെ ഉണ്ടായിരുന്നു, നീ അതൊക്കെ ടെസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ എപ്പോഴും. ഞാൻ ഒറ്റയ്ക്കാണ് അന്ന് താമസിക്കുന്നത്. അപ്പോൾ എപ്പോഴും എന്നെ ഇങ്ങനെ സുഖാന്വേഷണത്തിന് വേണ്ടി വിളിച്ചതിന് ശേഷം എന്നെ അവർക്കറിയാൻ നന്നായിട്ട് എനിക്ക് മെഡിക്കൽ ആങ്സൈറ്റി ഉള്ള ഒരാളാണ് എന്നുള്ളത് നല്ലവണ്ണം അറിയുന്ന ഒരാളാണ്. അങ്ങനെ എപ്പോഴും എൻ്റെ ഓരോ വയസ്സ് കൂടുന്നൊരു 46 വയസ്സായല്ലേ, 46ാമത്തെ വയസ്സിലാണ് എക്സ് എന്ന പേരുള്ള ഇന്നാര് മരിച്ചുപോയത്. അങ്ങനെ എന്നെ നിരന്തരം ഇവർ ഈ വിളിച്ച് ഈ ഒരു രീതിയിൽ സംസാരിക്കുമായിരുന്നു. നീ ഷുഗർ നോക്കാറുണ്ടോ, സ്നേഹത്തോടെ ഷുഗർ നോക്കാറുണ്ടോ, പ്രഷർ നോക്കണേ, കൊളസ്ട്രോൾ മാസം തോറും ടെസ്റ്റ് ചെയ്യണേ എന്നൊക്കെ ഇങ്ങനെ പറയുകയും ചെയ്യും. അപ്പോൾ ഇവരും എന്നെ ഇങ്ങനെ മെൻ്റലി ടോർച്ചർ ചെയ്യുമായിരുന്നു. പക്ഷെ നമുക്കത് അറിയാനേ പറ്റില്ല. സ്നേഹത്തോടെയുള്ള ടോർച്ചറിങ് ആകുമ്പോൾ നമ്മൾ അത്ര പെട്ടെന്ന് മനസ്സിലാക്കില്ല. പക്ഷെ 2-3 എൻ്റെ കൂടെ പഠിച്ച എക്സ് എന്ന പേരുള്ള വൈ എന്ന പേരുള്ള ഇസഡ് എന്ന പേരുള്ള 2-3 പേരൊക്കെ മരിച്ചു എന്ന് എനിക്കിവരെ ആരെയും അറിയത്തുമില്ല. ഇവർ അടുത്തുള്ള നിൻ്റെ പ്രായത്തിലുള്ള ഇന്നാരും മരിച്ചു അങ്ങനെയാണ് പറയുന്നത്. അപ്പം അങ്ങനെ കഴിഞ്ഞപ്പോൾ എനിക്കൊരു സംശയം തോന്നി. ഞാൻ ഇവരുടെ സംസാരം ചെക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പം ഇവർ സംസാരിക്കുമ്പോഴെല്ലാം എൻ്റെ പ്രായത്തെക്കുറിച്ച്, എൻ്റെ പ്രായത്തിലുള്ള ആൾക്കാർക്ക് വരുന്ന അസുഖങ്ങളെക്കുറിച്ച്, അങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുമ്പം സംഭവിക്കുന്ന അപകടങ്ങളെക്കുറിച്ച്, മോളെ വാതിൽ നന്നായിട്ട് അടയ്ക്കണേ, രാത്രി ഞങ്ങളുടെ വീട്ടിൻ്റെ അയൽവക്കത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ത്രീയെ കള്ളന്മാർ വന്ന് കൊലപ്പെടുത്തി സാധനങ്ങൾ എടുത്തിട്ട് പോയി, അങ്ങനെ നമ്മൾ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ചില ദിവസം രാത്രിയൊക്കെ വിളിച്ചിട്ട്, നീ മോളെ രാത്രി നെഞ്ചുവേദനയൊക്കെ എടുക്കണമെങ്കിൽ ആംബുലൻസിൻ്റെ നമ്പർ കിടക്കുന്ന കട്ടിലിൻ്റെ സൈഡിൽ എഴുതിയിടണേ. അപ്പോൾ നമ്മളിങ്ങനെ സ്നേഹമായിട്ട് നമ്മളെ സംരക്ഷിക്കുന്നതായിട്ട് പറഞ്ഞ് നമ്മളുടെ ഉള്ളിൽ നെഗറ്റിവിറ്റി കുത്തിവെച്ച് നമ്മളെ ഹേർട്ട് ചെയ്ത് സന്തോഷിക്കുക എന്ന് പറയുന്ന സാഡിസ്റ്റ് ആയിട്ടുള്ള നാർസിസിസ്റ്റ് ആണ് എന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല. പക്ഷേ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ എനിക്കിത് മെൻ്റലി ഭയങ്കര ട്രോമയായി. ഞാൻ എൻ്റെ മക്കളുമായിട്ട് ഷെയർ ചെയ്തപ്പോൾ മക്കൾ പറഞ്ഞു, ഇതും ബ്ലോക്ക് ചെയ്യാൻ പറഞ്ഞു. ഒരു കാരണവശാലും അവരിനി വിളിച്ചാൽ ഒരൊറ്റ കോള് പോലും എടുക്കരുത്, അവരുമായിട്ട് ഇനി ഒരു റിലേഷനും വേണ്ട, അവർ ഭയങ്കര ടോക്സിക്കാണ്. അങ്ങനെ അതോടനുബന്ധിച്ച് എനിക്ക് മെഡിക്കൽ ആങ്സൈറ്റി വരികയും ഞാൻ മെഡിക്കൽ ആങ്സൈറ്റിക്കുള്ള മരുന്നെടുക്കുകയും ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ നമ്മളെ ടോർച്ചർ ചെയ്ത ഒരു കാലഘട്ടം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പം അന്നൊന്നും നമുക്ക് ഇത്രത്തോളം നാർസിസിസ്റ്റ് അത് ഇതെന്നൊന്നും നമ്മൾ അറിയുന്നില്ല. ഈ കൊറോണയ്ക്ക് ശേഷമാണല്ലോ നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ കൂടുതൽ ചർച്ച ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ അതിന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഓക്കെ ഇത് ഇങ്ങനത്തെ ഒരു വിഭാഗം ആൾക്കാരുണ്ട്. എന്നിട്ട് ഞാൻ എപ്പോഴും വിചാരിക്കും, ഇവരെന്താ ഇങ്ങനെ ആയിപ്പോയത്, ഇവർ സ്നേഹത്തോടെയാണല്ലോ പറയുന്നത്. അപ്പം നമുക്ക് അവരുടെ ഉള്ളിലുള്ള ദേഷ്യമോ വൈരാഗ്യമോ ഒന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. വളരെ സ്നേഹമായിട്ട് നീ സൂക്ഷിക്കണേ എന്ന് ഇതിൻ്റെ ഇടയിൽ 100 തവണ പറയുന്നുമുണ്ട്. അപ്പം നമ്മൾ വിചാരിക്കുന്ന എന്താണ്, നമ്മളെക്കുറിച്ചുള്ള കൺസേൺ ആണ്. എന്നെക്കാട്ടി പ്രായം കൂടിയ സ്ത്രീയാണെന്ന് ആലോചിച്ച് നോക്കണം. അപ്പം അങ്ങനെയാണ് ഈ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാർ ബിഹേവ് ചെയ്യുന്നത്. വളരെ സ്നേഹത്തോടെ കഴുത്തിറക്കുക എന്ന് പറയില്ലേ, അതേ പരിപാടി. പിന്നെ അടുത്തൊരു വിഭാഗം ആൾക്കാർ, ഞാൻ മുടി കട്ട് ചെയ്തപ്പോൾ അവർ വിളിച്ചിട്ട്, നന്നായിട്ടുണ്ട് നിൻ്റെ മുടി, ഞാൻ കണ്ടു, ഫോട്ടോ കണ്ടു, ഫേസ്ബുക്കിൽ കണ്ടു, എന്നിട്ട് നമ്മുടെ ആരെങ്കിലും ഒരു പേര് പറഞ്ഞിട്ട്, അവർ വിളിച്ചപ്പോൾ പറഞ്ഞു നീ ഇങ്ങനെ മുടിയൊക്കെ മുറിച്ച് ഇങ്ങനെ നടക്കുകയാണെന്ന് അവർ ഒരുപാട് കുറ്റം പറഞ്ഞു, അവരങ്ങനെ പറഞ്ഞു, അവരിങ്ങനെ പറഞ്ഞു. അതായത് ഇവർക്ക് നല്ലതാണ്, പക്ഷെ ബാക്കി ചുറ്റുമുള്ള ആൾക്കാരൊക്കെ മോശം പറയുന്നു എന്നുള്ളത് നമ്മളെ അറിയിക്കുകയാണ്. അങ്ങനത്തെ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാർ, ഇവരെയൊക്കെ പിന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി. ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ എനിക്ക് ആര് വിളിച്ച് എന്ത് പറഞ്ഞാലും ഞാനത് ചെക്ക് ചെയ്യാൻ തുടങ്ങി. ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മളെ പർപ്പസ്ഫുള്ളി ഹേർട്ട് ചെയ്യുക, നമുക്ക് എന്താണോ വീക്ക്നെസ് എന്ന് ഇവർ നമ്മളെ പഠിച്ചു വെച്ചതിന് ശേഷം ആ പോയിന്റിലിട്ട് നമ്മളെ കുത്തും. അത് തന്നെ നിരന്തരം നമ്മളെ ഹേർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്ക് എന്താണോ, എന്തിൽ പിടിച്ചാലാണ് നമുക്ക് വേദനിക്കുക എന്നുള്ളത് ഇവർക്ക് നന്നായിട്ട് അറിയായിരിക്കും. ആ ഒരു രീതിയിൽ ഇവർക്ക് അമാനുഷിക കഴിവുണ്ടെന്ന് തന്നെ നമുക്ക് ചില സമയത്ത് തോന്നും. അത്രയ്ക്ക് ഇവർ നമ്മളെ പഠിക്കും.
പഠിച്ച് നമ്മളുടെ എല്ലാ വീക്ക്നെസ്സും മനസ്സിലാക്കിയതിന് ശേഷം നമ്മളുടെ ആ ഒരു വീക്ക് പോയിന്റിലിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വന്ന് അവർ സ്നേഹത്തോടെ കുത്തും. അപ്പോൾ നമുക്കത് തിരിച്ചറിയാൻ പോലും ചില സമയത്ത് പറ്റിക്കൊള്ളണമെന്നില്ല. ചില ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പൊക്കെ അങ്ങനെയാണല്ലോ. ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ അവസാനം മാനസികമായിട്ട് എല്ലാം താളം തെറ്റുന്ന സമയത്താണ് പല ഡിവോഴ്സുകളും സംഭവിക്കുന്നത്. അതൊക്കെ അതിനപ്പുറത്തേക്കാണ് ചില സ്ത്രീകളുടെ അവസ്ഥ. അമ്മമാരുടെ ഫുൾ കൺട്രോളിലായിരിക്കും. എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ടു എന്നുള്ളതിൻ്റെ പേരിൽ ഈ അമ്മ ഭയങ്കര ബഹളമായി ഹസ്ബൻഡിനെ കൊണ്ട് ഇവളെ അവളുടെ വീട്ടിൽ വിടുകയൊക്കെ ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ വേറൊരു സ്റ്റുഡൻറ്റ് പറഞ്ഞൊരു കാര്യമാണ്, ആ കുട്ടി പുറത്തായിരുന്ന സമയത്ത് അമ്മായിയമ്മ നാട്ടിലാണ്. എല്ലാ ദിവസവും രാവിലെ ഫോൺ വിളിച്ച് ഇന്ന് എന്താ ഉണ്ടാക്കേണ്ടതെന്ന് അവർ പറയും, ഉച്ചയ്ക്ക് എന്താ ഉണ്ടാക്കേണ്ടതെന്ന് അവർ തീരുമാനിക്കും, നാട്ടിലിരിക്കുന്ന അവർ തീരുമാനിക്കും. അങ്ങനെ എനിക്ക് ഒരുപാട് പേരെ അറിയാം. ഞാൻ സൗദിയിലുണ്ടായിരുന്ന സമയത്ത് ഞാൻ ഒരുപാട് സ്ത്രീകൾ ഫേസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. നാട്ടിൽ അവർ വിദേശത്താണെങ്കിൽ പോലും നാട്ടിലെ സ്ത്രീകളാണ്, നാട്ടിലെ അമ്മായിയമ്മമാർ പ്രത്യേകിച്ച് സ്ത്രീകളാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട്. നാട്ടിലെ സ്ത്രീകളാണ് കൺട്രോൾ ചെയ്യുന്നത്, അമ്മായിയമ്മമാരാണ് കൺട്രോൾ ചെയ്യുന്നത്. ഫോൺ വിളിച്ചും കോള് വിളിച്ചും വീഡിയോ കോള് വിളിച്ചും ഒക്കെ. അപ്പോൾ അവർ പറയൂ ഈ ഫോൺ കണ്ടുപിടിച്ചതും വാട്സപ്പ് കണ്ടുപിടിച്ചതും ഒക്കെ ആരാണോ ജീവിതം നശിപ്പിക്കാനായിട്ട്. കാര്യം അതിൽ നിന്ന് കിട്ടുന്ന പ്ലസിനെക്കാട്ടി ഒരുപാട് നെഗറ്റീവ് സൈഡാണ് അവർ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ ഇവരിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇപ്പോൾ ഞാൻ സാമ്പത്തികമായിട്ട് ഭദ്രതയുള്ളത് കൊണ്ട് എൻ്റെ വീട്ടിൽ എൻ്റെ മക്കൾ സ്ട്രോങ് ആയിട്ട് എനിക്ക് ഒപ്പം നിൽക്കുന്നത് കൊണ്ടും എനിക്ക് ആരെയും ആശ്രയിക്കേണ്ടാത്തത് കൊണ്ടും ഒക്കെ എനിക്ക് ബൗണ്ടറി സെറ്റ് ചെയ്യാനും എനിക്കെതിരെ ടോക്സിക്കായിട്ട് നിലകൊണ്ടാലും എനിക്ക് ബ്ലോക്ക് ചെയ്യാനുമുള്ള കോൺഫിഡൻസ് ഉണ്ട്. പക്ഷെ എല്ലാ സ്ത്രീകൾക്കും അങ്ങനെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇപ്പം എൻ്റെ മക്കളാണ് ടോക്സിക്കായിട്ട് വരുന്നതെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അങ്ങനത്തെ ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. വീട്ടിൽ തന്നെ അമ്മായിയമ്മ, ഭർത്താവ് എല്ലാവരും ടോക്സിക്കായിട്ടുള്ള ഒരു കുടുംബത്തിൽ പെട്ടുപോയവരുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെയുള്ള ചെറിയ കുറച്ച് ടിപ്സാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് ഉപകരിക്കും. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ ടോക്സിക് ആയ ആൾക്കാരോട് നമ്മുടെ വീക്ക്നെസ് പറയാതിരിക്കുക എന്നുള്ളതാണ്. വീക്ക്നെസ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ ത്രൂ ഔട്ട് നമ്മളുടെ ലൈഫിൽ ഈ വീക്ക്നെസ്സിൽ അവർ കുത്തിക്കൊണ്ടേയിരിക്കും. നമ്മളുടെ സന്തോഷങ്ങളും ദുഃഖങ്ങളും അവരുമായിട്ട് ഒരു കാരണവശാലും ഷെയർ ചെയ്യരുത്. നമ്മളുടെ ദുഃഖത്തിൽ അവർ സന്തോഷിക്കുകയും നമ്മളുടെ സന്തോഷത്തിൽ അവർ നമ്മളെ വേദനിപ്പിക്കാൻ വരികയും ചെയ്യും. അതുകൊണ്ട് നമ്മളുടെ ഇമോഷൻസ്, നമ്മളുടെ ഫീലിങ്സ് യാതൊന്നും നമ്മളുടെ സംസാരത്തിലൂടെയോ പെരുമാറ്റത്തിലൂടെയോ ഒരു കാരണവശാലും ഇവർക്ക് ഊഹിക്കാൻ പോലും സാധിക്കാത്ത വിധത്തിൽ നമ്മൾ നിർവികാരത മുഖം മൂടിയായിട്ട് അണിയുക എന്നുള്ളതാണ് ഏറ്റവും നല്ല മെത്തേഡ്. നമ്മൾ ഒരു ഫീലിങ്സും ഇവരുമായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പാടില്ല. പിന്നെ ഇവരുടെ ചുറ്റും നിൽക്കുന്ന കുറച്ച് ആൾക്കാർ ഉണ്ടാകും. ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ അമ്മയാണെങ്കിൽ അവരുടെ സിസ്റ്റേഴ്സ്, അവരുടെ മക്കൾ, സിസ്റ്റേഴ്സിൻ്റെ മക്കൾ, അങ്ങനെ അവർക്ക് ചുറ്റുമുള്ള ഒരു കൂട്ടം ആൾക്കാരുണ്ടാകും. ഈ ആൾക്കാരിൽ നിന്നും ഇതേപോലെ അകലം പാലിക്കുക. ഇവരോട് നമ്മൾ ഒരു കാരണവശാലും അമ്മായിയമ്മയുടെ പരദൂഷണം പറയുകയോ എന്തെങ്കിലും നമ്മൾ ഷെയർ ചെയ്യുകയോ ഒന്നും ചെയ്യരുത്. ഇതെല്ലാം ഇവരുടെ കയ്യിൽ നിന്നും കൂടെ ഉള്ളതും കൂടെ ഇട്ട് പറഞ്ഞു കൊടുക്കുകയും കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നമ്മളെ കൊണ്ട് ചെന്ന് ചാടിക്കുകയും ചെയ്യും. അതുകൊണ്ട് സ്നേഹമായിട്ട് വന്നാൽ പോലും നമ്മൾ ഒരു കാരണവശാലും നമ്മളെ വിട്ടുകൊടുക്കരുത്. പിന്നെ അതുപോലെ വാട്സപ്പ് സ്റ്റാറ്റസ് ഒക്കെ ഇടുമ്പോൾ നമ്മുടെ അമ്മായിയമ്മമാരെ അല്ലെങ്കിൽ നമ്മൾ ആരാണോ ടോക്സിക് ആയിട്ടുള്ളത് അവരെ മാത്രം ഹൈഡ് ചെയ്താൽ പോരാ. അവരുടെ ചുറ്റും നിൽക്കുന്ന അവരുമായിട്ട് മിങ്കിൾ ചെയ്യുന്ന എല്ലാവരെയും നമ്മളുടെ സ്റ്റാറ്റസ് ഹൈഡ് ചെയ്യുക, പ്രൈവറ്റ് ആക്കി വെക്കുക. കാര്യം നമ്മളുടെ സന്തോഷങ്ങൾ എങ്ങനെയെങ്കിലും അറിയുകയാണെങ്കിൽ അവർ നമ്മളെ വേദനിപ്പിക്കാൻ വരും. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ പൊതുവെ സന്തോഷങ്ങളാണല്ലോ ഷെയർ ചെയ്യുന്നത്, അത് അവർക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കില്ല. അവർ മാനസിക വൈകല്യമുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർ ആ ഒരു രീതിയിൽ നമുക്ക് കണക്കാക്കാനേ പറ്റും. അവരെ ഒരിക്കലും നമുക്ക് വിളിച്ചിരുത്തി, ചിലരൊക്കെ പറയും വിളിച്ചിരുത്തി സ്നേഹമായിട്ട് പറഞ്ഞൂടെ, അമ്മയെ പോലെ കണ്ടൂടെ, അതൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല. ഒന്നാമത് അമ്മായിയമ്മ ഒരിക്കലും അമ്മയല്ല, അമ്മായിയമ്മയ്ക്ക് മകളുമല്ല. അപ്പം മരുമകൾ തന്നെയാണ്. അതെ, നോർമലി റിലേഷനെ അങ്ങനെയാണ്. അപ്പം അങ്ങനെയുള്ളിടത്ത് ഈ ടോക്സിക് ആയിട്ടുള്ളവരെ എങ്ങനെയാണ് അമ്മയായിട്ട് കാണുക അല്ലെങ്കിൽ മരുമകളായിട്ട് കാണുക?
മരുമകൾ ടോക്സിക് ആയിട്ടുള്ള എത്രയോ കണ്ടീഷൻസിൽ അമ്മമാരെ ക്രൂരമായിട്ട് പീഡിപ്പിക്കുന്നത് എനിക്കറിയാം. അവരുടെ വീട്ടിൽ വന്ന് അമ്മയുടെ വീട്ടിൽ വന്ന് താമസിച്ചിട്ട് സകല അധികാരങ്ങളും കൈവശാക്കി അമ്മയെ മുൾമുനയിൽ നിർത്തുന്ന മരുമക്കളുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പം അവരോടും നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അപ്പോൾ നമ്മളുടെ ഫീലിങ്സ് ഇമോഷൻസ് ഒന്നും നമുക്ക് വെളിയിൽ കാണിക്കാതിരിക്കേ പറ്റും. അല്ലാതെ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുകയില്ല. അവർ മാനസിക വൈകല്യം ഉള്ളവരാണ്. അവരെ നമുക്ക് ട്രീറ്റ് ചെയ്ത് പോലും മാറ്റാൻ ഇപ്പോൾ പറ്റില്ല എന്നാണ്. നാർസിസിസ്റ്റുമാരെ ട്രീറ്റ് ചെയ്ത് പോലും മാറ്റാൻ പറ്റില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു കണ്ടീഷനിൽ നമ്മൾ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി എത്രത്തോളം അവർ മനസ്സിലാക്കാനാണ്, അവരെത്രത്തോളം ഉൾക്കൊള്ളാനാണ്? ഒരിക്കലും അതൊന്നും നടക്കുന്ന കാര്യമില്ല. അപ്പോൾ നമ്മൾ നിർവികാരമായിട്ടിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഞാൻ ഒരു നല്ലൊരു ടെക്നിക്ക് പറഞ്ഞു തരാം. നാർസിസിസ്റ്റ് ആയിട്ടുള്ളവരെ നേരിടാൻ നമുക്ക് ഒരേ ഒരു വഴിയേ ഉള്ളൂ. അവർ നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിൽ ഓപ്പനോ പ്രെയർ ചൊല്ലിക്കൊണ്ടേയിരിക്കുക. നിങ്ങളെ ഫോൺ കോൾ വരുന്ന അമ്മയാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ അമ്മയും ടോക്സിക് ആയിട്ടുള്ള എത്രയോ പേരുണ്ട്. ആരാണോ ടോക്സിക് ആയിട്ടുള്ള അവർ ഫോൺ വിളിക്കുകയോ അവർ അടുത്തേക്ക് വരികയോ ചെയ്യുമ്പോൾ അപ്പോൾ തൊട്ട് മനസ്സിൽ ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു എന്നിങ്ങനെ ഉരവിട്ടുകൊണ്ടേയിരിക്കുക. ആ ഒരു കണ്ടീഷനിൽ അവർ പറയാൻ വന്ന കാര്യം മറന്നു പോവുകയോ അവർക്ക് പെട്ടെന്ന് വേറെ എന്തെങ്കിലും എമർജൻസി വന്നാൽ അവരങ്ങോട്ട് മാറിപ്പോവുകയും ചെയ്യുകയും നമ്മൾ സുരക്ഷിതരാവുകയും ചെയ്യും. അതുപോലെ ഫോൺ വിളിക്കുമ്പോഴും എപ്പോഴും അമ്മായിയമ്മ വിളിക്കുമ്പോഴും എടുക്കുന്നതിന്, അമ്മായിയമ്മ എന്നല്ല, ഞാൻ അമ്മായിയമ്മയാണ് ടോക്സിക് എന്നല്ല ഞാൻ പറയുന്നത്. ചിലപ്പോൾ നാത്തൂമാരാകാം, ചിലപ്പം സ്വന്തം സിസ്റ്റേഴ്സ് ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരെ എനിക്കറിയാം. അമ്മമാർ ടോക്സിക് ആയിട്ടുള്ളത്, മക്കൾ ടോക്സിക് ആയിട്ടുള്ളത്, എല്ലാവരും ഉണ്ടാകും. അപ്പോൾ ആരാണോ ഓപ്പോസിറ്റ് സൈഡ്, നമുക്ക് എപ്പോഴും പറയാൻ എളുപ്പം അമ്മായിയമ്മ എന്നുള്ള വാക്കാണ്. അതുപോലെ മരുമക്കൾ ടോക്സിക് ആയിട്ടുള്ള എത്രയെങ്ങാനും ഇടങ്ങളുണ്ട്. അമ്മായിയമ്മേരെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന മരുമക്കളുള്ള കേരളം എന്നുള്ള ലോകത്ത് ഇറക്കി വിടുന്ന അവസരങ്ങളില്ലേ, നമ്മൾ കണ്ടിട്ടില്ലേ? അമ്മായിയമ്മയുടെ വീട്ടിൽ വന്ന് താമസിച്ചിട്ട് അവിടെ ഒരു മുറി വല്ലതും പണിയും. പണിതതിന് ശേഷം ഞങ്ങൾ പണിതതാണ്, ഈ അമ്മായിയമ്മ മാറിത്തരണമെന്ന് പറഞ്ഞ് അവകാശവാദം പറയുന്ന സ്ത്രീകളുള്ള സ്ഥലമാണ്, ലോകമാണിത്. ഇതിൽ കൂടുതൽ സ്ത്രീകൾ തന്നെയാണ്. ഇത്തരം സ്ത്രീകളെ ഉപദ്രവിക്കുന്നത് കൂടുതലും സ്ത്രീകൾ തന്നെയാണ്. പുരുഷന്മാർ പിന്നെ ഹസ്ബൻഡൊക്കെ ആയിട്ട് ഹസ്ബൻഡ് അച്ഛന്മാർ ആ ഒരു ഇതിൽ വരുമെങ്കിലും കല്യാണം കഴിഞ്ഞ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അവരുടെ ഭർത്താവിൻ്റെ അമ്മയും ഒക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും നിങ്ങൾ ഓപ്പനോ പ്രെയർ ചൊല്ലിക്കൊണ്ടേയിരിക്കുക. അവർ സംസാരിക്കാൻ വരുമ്പോഴോ അവർ ഫോൺ വിളിക്കുമ്പോഴോ അവരുടെ അടുത്ത് ഒക്കെ നമ്മൾ പോകേണ്ടി വരുമ്പോഴോ ഒക്കെ ചെയ്യുമ്പോൾ ഓപ്പനോ പ്രെയർ, ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു എന്നിങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ അവരുടെ ശല്യം കുറയുകയും അവർക്ക് നമ്മളോടുള്ള ഒരു ഫീലിങ്സിൽ വ്യത്യാസം വരികയും ചെയ്യും. അല്ലാതെ അവരെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി എനിക്കിങ്ങനെ വിഷമങ്ങളുണ്ട്. ചിലർ വിചാരിക്കും പറഞ്ഞ് മനസ്സിലാക്കാം, ഹസ്ബൻഡിനോടായാലും പറഞ്ഞ് മനസ്സിലാക്കാം എന്ന് വിചാരിച്ച് ബന്ധുക്കളോടൊക്കെ പറഞ്ഞിട്ട് ബന്ധുക്കളെ കൊണ്ട് പറയിപ്പിക്കും. ഇത് അവർക്ക് ഭയങ്കര ദേഷ്യം വരുന്ന ഒരു കാര്യമാണ്. അവരത് ഒട്ടും ഉൾക്കൊള്ളില്ല. മറ്റുള്ളവരോട് നമ്മൾ അവരുടെ കുറ്റവും കുറവും പറഞ്ഞു എന്നറിഞ്ഞാൽ ടോക്സിക് ആയിട്ടുള്ളവർ ആരും അംഗീകരിച്ചു തരില്ല. അതായിരിക്കും പിന്നെ ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും ഇവരുടെ ഒരു കുറ്റവും കുറവും മറ്റുള്ളവരോട് പറയാതിരിക്കുക. ഇവരുടെ എന്തെങ്കിലും നന്മകൾ വെറുതെ ആണെങ്കിൽ പോലും പറഞ്ഞാൽ ഇവർക്ക് ചിലപ്പം ചെറിയ അയവ് വരാൻ സാധ്യതയുണ്ട്. ഇവരുടെ ഗുണങ്ങളെക്കുറിച്ച് ഇവരെ കാണുമ്പോൾ തന്നെ ഇവരെ ഇങ്ങനെ പുകഴ്ത്തുക. അയ്യോ എന്ത് നന്നായിരിക്കുന്നു, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ വെറുതെ ഇങ്ങനെ പുകഴ്ത്തിയാൽ അത് അവർ ഇഷ്ടപ്പെടും. പക്ഷെ ഒരിക്കലും അവരുടെ കുറ്റവും കുറവും മറ്റുള്ളവരോട് പറയുന്നത് അവരൊരിക്കലും സഹിക്കില്ല. അത് അവർ പുറത്തും തരില്ല. പിന്നെ നമ്മളുടെ രഹസ്യങ്ങളൊന്നും നമ്മൾ ആരെ ഏൽപ്പിക്കാതിരിക്കുക. നമ്മൾ സ്ത്രീകൾ പൊതുവെ രഹസ്യം സൂക്ഷിക്കാൻ പ്രയാസപ്പെടുന്നവരാണ്. എനിക്ക് തോന്നിയിട്ടുണ്ട്, എന്നോട് വരെ ഫോൺ വിളിച്ച് വലിയ വലിയ രഹസ്യങ്ങളെ ഒരു പരിചയമില്ലാത്തവർ പറയാൻ ശ്രമിക്കാറുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മളുടെ രഹസ്യം വേറൊരാളുടെ കയ്യിൽ കിട്ടിയാൽ അവർ ഈ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാർ അവർ ആ സമയത്ത് ഉപയോഗിക്കില്ല. അവരത് സ്റ്റോർ ചെയ്ത് വെച്ച് വർഷങ്ങൾക്ക് ശേഷം എപ്പോഴാണോ അവർക്ക് ഇത് ഒരാവശ്യം ഇതുകൊണ്ടുണ്ടാകുന്നത് ആ ഒരു സമയത്തായിരിക്കും അവരിതെടുത്ത് ഉപയോഗിക്കുക. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ സന്തോഷത്തിൻ്റെ താക്കോൽ നിങ്ങൾ അവരെ ഏൽപ്പിക്കുകയാണോ ചെയ്യുന്നത്? ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്. നമ്മളുടെ രഹസ്യങ്ങൾ നമ്മളുടെ ഉള്ളിൽ തന്നെ സൂക്ഷിക്കുക.
നമ്മളുടെ ബലഹീനതകൾ, നമ്മളുടെ വീക്ക് പോയിൻറ്റ്സുകൾ, നമ്മളുടെ മറ്റ് കാര്യങ്ങളൊക്കെ നമ്മളുടെ വേണ്ടപ്പെട്ടവരായിട്ട് പോലും ഷെയർ ചെയ്യാതിരിക്കുക. ഇന്നത്തെ ബന്ധു നാളത്തെ ഏറ്റവും വലിയ ശത്രു, ഇന്നത്തെ മിത്രം നാളത്തെ ഏറ്റവും വലിയ ശത്രുവാണ് എന്നുള്ള ഒരു പഴഞ്ചൊല്ലുണ്ട്. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഇന്ന് നമ്മളുടെ സ്നേഹത്തിൻ്റെ പുറത്ത് നമ്മളെല്ലാം ഷെയർ ചെയ്യും. നാളെ അവരത് തിരിച്ചെടുത്ത് ഉപയോഗിക്കുന്ന സമയത്താണ് അയ്യോ നമ്മൾ പാമ്പിനാണല്ലോ പാല് കൊടുത്തതെന്ന് ആലോചിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ തെറ്റ് നമ്മളുടെ ഭാഗത്ത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും അത്തരം കാര്യങ്ങൾ, ബലഹീനതകൾ, നമ്മളുടെ സമ്പാദ്യത്തെക്കുറിച്ച്, നമ്മളുടെ കടബാധ്യതകളെക്കുറിച്ച് ഒന്നും നമ്മൾ ആരോടും പറയാതിരിക്കുക. ഞാൻ ഇതിനു മുന്നേ പറഞ്ഞ എൻ്റെ കടബാധ്യതകളെ, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കാര്യമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ തന്നെയാണ് നമ്മളെ മറ്റൊരാൾക്ക് ആയുധമാക്കാൻ കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ ചെയ്യാതിരിക്കുക. നമ്മളെപ്പോഴും നമ്മളെ സൂക്ഷിക്കാതെ, നമ്മളെ സ്നേഹിക്കാതെ, മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കണമെന്നും നമ്മളുടെ രഹസ്യങ്ങൾ മറ്റുള്ളവർ സൂക്ഷിക്കണമെന്നും പറയുന്നതിലൊന്നും ഒരർത്ഥമില്ല. എൻ്റെ ഒരു രഹസ്യം എനിക്ക് സൂക്ഷിക്കാൻ പറ്റിയില്ല, ഞാൻ വേറൊരാളോട് കൊടുത്തിട്ട് പറയാം നിങ്ങൾ സൂക്ഷിച്ചോ എന്ന്. അതെങ്ങനെയാണ് ശരിയാവുക? നമ്മുടെ രഹസ്യം നമ്മളല്ലേ സൂക്ഷിക്കുകയാണ്, നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്നില്ല, പിന്നെ മറ്റൊരാൾ നമ്മുടെ രഹസ്യം എന്തിനു സൂക്ഷിക്കണം? അപ്പോൾ അതവർ പുറത്ത് പറയുന്നതിൽ അവരെ തെറ്റൊന്നും പറയാൻ നമുക്ക് പറ്റില്ല. കാര്യം വിശ്വസിച്ച് പറഞ്ഞു എന്ന്, വിശ്വസിച്ച് എന്തിനാ പറയാൻ പോകുന്നത്? വിശ്വസിക്കുന്നതേ തെറ്റാണ് ഇന്നത്തെ കാലത്ത്. നമ്മൾ ആരെയും ഒരു പരിധി കഴിഞ്ഞ് വിശ്വസിക്കരുത്. വിശ്വസിച്ച് പറയാൻ പറ്റുന്ന കാലമൊന്നും അല്ല ഇത്. അപ്പോൾ അതുകൊണ്ട് അത്തരം വിഡ്ഢിത്തങ്ങളൊന്നും ചെയ്യാതിരിക്കുക. ചെയ്താൽ പോലും നമുക്ക് പിടിച്ചു നിൽക്കാനുള്ള കപ്പാസിറ്റിയും കഴിവും ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട്, ഞാനൊക്കെ ഒരു ഓപ്പൺ ബുക്കാണ്. എനിക്കങ്ങനെ രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ എനിക്കും ഇല്ല, ഞാൻ ആരോടത്തും ഏൽപ്പിക്കാറും ഇല്ല. അങ്ങനെ നമ്മളുടെ മൈൻഡ് ക്ലിയർ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മളാരെയും പേടിക്കേണ്ട കാര്യമില്ല. നമ്മളെ ആരും കുത്താൻ വരുമെന്നോ, നമ്മളെ രഹസ്യം വെച്ചിട്ട് നമ്മളെ നാളെ ആരെങ്കിലും ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വരുമെന്നോ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ക്ലിയർ ആൻഡ് വിസിബിൾ ആയിട്ടിരുന്നാൽ. അപ്പോൾ ഏറ്റവും നല്ല ഒരു ടെക്നിക്ക് ഓപ്പനോ പ്രെയറാണ്. അല്ലെങ്കിൽ നിങ്ങൾ ബൗണ്ടറി സെറ്റ് ചെയ്യുക. നമ്മളിനി എത്ര അടുത്ത ബന്ധുവാണെങ്കിലും, നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റുന്ന ടോക്സിക് റിലേഷൻ ആണെങ്കിൽ എല്ലാം ഉപേക്ഷിക്കുന്നേ ഞാൻ പറയുള്ളൂ. കാര്യം ഞാൻ കൗൺസിലിങ്ങിന് പോയപ്പോൾ എന്നോട് ആദ്യം കൗൺസിലർ പറഞ്ഞത് ഇതാണ്: നിങ്ങളുടെ ടോക്സിക് ആയിട്ടുള്ള ഇന്ന ആൾക്കാരുമായിട്ടുള്ള ബന്ധം കട്ട് ചെയ്യുക എന്ന് പറഞ്ഞു. അവരെ ബ്ലോക്ക് ചെയ്യുക, അവരുമായിട്ട് കൂടെ നിൽക്കുന്നവരെ വരെ ബ്ലോക്ക് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അതാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന, അവനോന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത്. ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ഓപ്പനോ പ്രെയർ പഠിച്ചു വയ്ക്കുക. ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല വഴി, ഇപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്നും എനിക്കിപ്പോൾ ബ്ലോക്ക് ചെയ്യാതെ തന്നെ എനിക്ക് എങ്ങനെ അവരെ ഹാൻഡിൽ ചെയ്യണമെന്ന് എനിക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ബ്ലോക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നും വരാറില്ല. പണ്ട് ഞാൻ അങ്ങനെ ചെയ്തിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ നമുക്ക് ഈ ഓപ്പനോ പ്രെയർ ഒരു ജീവവായു പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ടോക്സിക് ആയിട്ടുള്ള ബന്ധങ്ങളിൽ നിന്നെല്ലാം ഒഴിവാകാൻ വേണ്ടി ഓപ്പനോ പ്രെയർ നിങ്ങൾ പതിവാക്കുക. അപ്പോൾ എല്ലാവർക്കും സന്തോഷവും സുഖവും സമാധാനവും ആശംസിച്ചുകൊണ്ട് വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്.